ലക്ഷ്മിയെ എന്താ എനിക്ക് ഒരു നാണക്കോളം മുഖത്ത്? ഇത് നമ്മളെ ഡിപ്പോന്ന് വിചാരിച്ചാൽ മതി, വീടൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഓളേ കണ്ടക്ടറായിട്ട് ബസ്സിൽ എത്തുമ്പോ എല്ലാരും കൂടെ ദേഷ്യം പഠിക്കുന്ന മോളാ. ഓൾക്കൊരു സൗമ്യത ഓളെ മുഖത്ത്. അല്ല അച്ഛനെ വിളിച്ചു പറഞ്ഞില്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ട്. അച്ഛൻ ഇപ്പൊ തന്നെ വരുന്നു. പിന്നെ ഇവന്റെ കാര്യത്തില് എനിക്ക് ഗ്യാരണ്ടിയാ. കാരണം എനിക്ക് കുറെ കാലമായിട്ട്, എനിക്കിപ്പോ കുറച്ച് കാലമായിട്ടല്ലോ കാണുന്നുള്ളൂ. ഞാൻ ഒരുപാട് കാലമായിട്ട് കാണുന്ന ചെക്കനാണ്, നല്ല ചെക്കനാണ്. അപ്പൊ അതൊരു ബന്ധമായിട്ട് മാറട്ടെ. ഇതൊന്നും ആവശ്യമില്ല. ഇട്ട് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല. എന്നാലും അച്ഛനോട് നമ്മൾ പറയണല്ലോ. സമ്മതിക്കാണ്ടിരിക്കണ ഒരവസ്ഥയൊന്നും വരാൻ പോകും. ഞാൻ നമ്മുടെ പെൻഷന്റെ കാര്യത്തിന് വേണ്ടിട്ട് നമ്മുടെ സംഘടനയായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടി പോയതാ. നടക്കുവോ? അത് പണ്ടത്തെ ശങ്കരൻ തെങ്ങുമ്പോ തന്നെ കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ എന്താ പാവ. അല്ല അതിന്നെ പറഞ്ഞാ മതി. പണ്ടൊക്കെ KSRTC ഡ്രൈവർമാര് എന്ന് പറഞ്ഞ ഒരു മതിപ്പുണ്ടാകും. പിന്നെ ശമ്പളത്തിന് പുറമെ അവര് വിചാരിച്ചാൽ അവർക്ക് ഒരുപാട് കാശുണ്ടാക്കായിരുന്നു. അങ്ങനെ അതെ, അതാ ഞാൻ പറഞ്ഞപ്പോഴവർക്ക് അത് അറിയില്ല. ഞാൻ ഓടുന്ന റൂട്ടിലെ എന്റെ ബസ്സിന്റെ തൊട്ടുപിറകുള്ള പ്രൈവറ്റ് ബസ്സിന്റെ ഓണർ എന്നെ വന്ന് കാണും. എന്നിട്ട് പറയും, സുഖതേട്ടാ സ്റ്റോപ്പിലൊന്നും നിർത്താണ്ട് അടിച്ചു വീക്കി പോണം. അപ്പൊ ഞങ്ങൾ വരുമ്പോ സ്റ്റോപ്പിലത്തെ ആൾക്കാരൊക്കെ ഞങ്ങൾക്ക് കിട്ടും, ഞാൻ വൈകുന്നേരം കണ്ടോളാം. അന്ന് ജോലിയോട് ആത്മാർത്ഥത കാണിക്കാണ്ട് ഞാൻ അങ്ങനെ പെരുമാറിയിരിക്കുന്ന കാശുകാരനായനെ. പക്ഷെ അതിന് സുഖതന കിട്ടില്ല. അതെ, മുമ്പ് കാക്കയല്ലേ ഉണ്ടായിരുന്നു. അതെ, പിന്നെ ഇപ്പൊ കളർ മാറിയല്ലോ. ഈ കാക്കിന്റെ പ്രശ്നം അല്ല, ഇത് തന്നെയാണ് ഇപ്പൊ KSRTC അവസ്ഥ. അന്ന് നിയമപാലകരടക്കം കാക്കയാണ് ഇടുക. കാക്കിക്കൊരു മതിപ്പുണ്ടാകും. അതേ നിയമം പാലിക്കുന്നവരായിരുന്നു ഡ്രൈവർമാരും കണ്ടക്ടർമാരും. അതുകൊണ്ട് അവർക്ക് കാക്കയായിരുന്നു. ഇന്ന് KSRTC-കാരന് സ്കൂൾ കുട്ടികളെ പോലെ കാണുന്നത്. കളർ മാറിയല്ലോ. രണ്ടിന്റെയും മുമ്പ് KSRTC കളർ മാറേണ്ടേനെ. പിന്നെ അത് കളർ ചേഞ്ച് ആക്കല്ലേ ഇപ്പൊ, നീരിയും വരെയെല്ലാം കൂടിയല്ലോ. അതൊക്കെ ഓരോ ഭരണങ്ങൾ മാറുമ്പോ പെയിന്റിന്റെ ആൾക്കാരായിട്ട് കണ്ടൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തി ഇങ്ങനെ മറിമായം.